ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. ഓയിലൊന്നും ഇല്ലാണ്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചട്നി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല 2 പഴുത്ത മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്തെ മൊത്തമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. എന്നിട്ട് 4 ഭാഗത്തും ഇങ്ങനെ ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കുമ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇളകി കിട്ടും. അപ്പോൾ ഇതാ 2 തക്കാളിയും ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് പുഴുങ്ങാനുള്ള പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 5-6 വറ്റൽമുളകാണ് കേട്ടോ. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത് രണ്ടും ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇതാ ഇത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 6-7 മിനിറ്റ് നല്ലോണം ഒന്ന് തിളച്ചിട്ട് നമ്മുടെ തക്കാളീൻ്റെ തൊലിയൊക്കെ ഒന്ന് വിട്ട് നിൽക്കുന്ന വിധത്തിലാവുമ്പം ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നാൽ നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഇതാ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഞാനിതാ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. വറ്റൽമുളകിൻ്റെ മൊത്തമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിതാ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതാ ഒരു പാത്രത്തിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് വഴറ്റാം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് കുറച്ചൊന്ന് തിളച്ച് വരണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ ഇതാ 1 ടീസ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോൻ്റെ കെച്ചപ്പും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളെ സോസ് റെഡി ആയിട്ടാ. ഈ ഒരു ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, അതൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നത് പോലെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. അങ്ങനെ ഇതാ ഞാൻ നല്ല സോഫ്റ്റ് ഡോ ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ സോഫ്റ്റിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ, ഹാർഡായി പോവണ്ട. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്ങും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം ഞാൻ കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തതാണ്, ഒന്ന് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ പീസ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി, ഓവറായിട്ട് അടിഞ്ഞു പോവണ്ട. അപ്പോൾ ഇതാ ഇതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഏകദേശം ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ. അത് നിങ്ങളുടെ ഫില്ലിങ്ങിൻ്റെ അളവ് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. പിന്നെ ഇതാ ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിലുള്ള ഉപ്പ്, പിന്നെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂണ് സോയ സോസ്. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലോണം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഫില്ലിങ്ങും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവില്ലേ, അതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് 2 ബോൾസാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ ഒരു മീഡിയം സൈസിൽ 2 ബോൾസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ബോൾ എടുത്തിട്ട് നല്ലോണം നല്ല വലുപ്പത്തിലൊന്ന് തിന്നായിട്ട് പരത്തിയെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു കണ്ടെയ്നറിൻ്റെ ടോപ്പ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വലുപ്പമില്ല തന്നെ എടുത്തിന്.
ഒരു മീഡിയം സൈസ് എടുത്താൽ മതി കേട്ടോ. ഈ ഒരു അളവിലുള്ളത് എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പൂരിയൊക്കെ പരത്തുന്നില്ലേ അതുപോലെ പരത്തിയെടുത്താലും മതി. നമ്മൾ പൂരിയും ചപ്പാത്തിയൊക്കെ പരത്തുമല്ലേ അതുപോലെ ചെയ്തെടുത്താലും മതി. ഇതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് പരത്തിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പം നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മൾ പരത്തി വെച്ച ഒരു ഷീറ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് അത്യാവശ്യം നല്ലോണം ഫില്ലിങ് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ ഇതിങ്ങനെ നൊറിയെടുക്കൂലേ, എന്താ പറയുക, പ്ലീറ്റ്സ് എടുക്കൂലേ, അപ്പം നല്ലോണം ഷേപ്പായിട്ട് വരും. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് കയ്യിലെടുത്തതിന് ശേഷം ഒരു സൈഡ് മാത്രം ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മറ്റേ സൈഡുമായിട്ട് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ചെയ്യുന്നതായിരിക്കും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ, പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പം എളുപ്പമായിട്ട് വരും, ഈസി ആയിക്കോളും. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ വൺ സൈഡ് ഒന്നിങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ട് മറ്റേ സൈഡുമായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നിങ്ങനെ റൗണ്ടിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ നല്ലൊരു ഷേപ്പായി കിട്ടും കേട്ടോ. നല്ല മോമോസിൻ്റെ കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ആദ്യം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ഈസി ആയിക്കോളും. നമ്മൾ 1-2 എണ്ണം ചെയ്യുമ്പോൾ തന്നെ എല്ലാം കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. പിന്നെ ഇത് 2 ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ഞാനിപ്പം കാണിച്ചതുപോലെ, പിന്നെ വേറൊരു ടൈപ്പിലും കൂടി ചെയ്തെടുക്കാം. ഇതിന് എന്തോ ഡംപ്ലിങ് അങ്ങനെ എന്തോ ആണ് കേട്ടോ പറയൽ. ഇനി 2 എണ്ണത്തിനും ഇതേ പേര് തന്നെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പിനെയാണ് ഡംപ്ലിങ്സ് എന്ന് പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് എടുത്തിട്ടില്ലേ അതുപോലെ ചെയ്തിട്ട് നമ്മൾ റൗണ്ട് ആക്കിയില്ലേ, അങ്ങനെ റൗണ്ട് ആക്കാണ്ട് അതേപോലെ പ്ലീറ്റ്സ് എടുത്തിട്ട് വെക്കുന്നതാണ് കേട്ടോ രണ്ടാമത്തെ ഷേപ്പായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വൺ സൈഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്ലീറ്റ്സ് എടുത്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയിലൊരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇനിയിപ്പം ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ ഓയിലിൽ ഇതേപോലെ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാനിപ്പം ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ റെഡിയാക്കിയതെല്ലാം ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ടൊരു 8-10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും റെഡിയായി വരും. ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയും മോമോസും റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ എടുത്തിട്ടില്ലേ അത് പുഴുങ്ങാണ്ടും ചെയ്യാം കേട്ടോ. പുഴുങ്ങാണ്ട് അങ്ങനെ തന്നെ ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് ഫില്ലിങ് ആക്കുകയും ചെയ്യാം. അപ്പം പുഴുങ്ങിയിട്ടെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതായത് വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ, നമുക്ക് ആ ഒരു ചിക്കൻ കുക്കായിട്ടില്ല എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.